പ്രിയപ്പെട്ടവരെ, ഞാൻ CS സനീഷ് സംസാരിക്കാൻ പോകുന്നത് ക്യൂബയുടെ വിപ്ലവ ഇതിഹാസം ഫിഡൽ കാസ്ട്രോയെക്കുറിച്ചാണ്. ക്യൂബയുടെ വിപ്ലവ ഇതിഹാസമായ ഫിഡൽ കാസ്ട്രോയുടെ ജന്മശതാബ്ദി ഈ ഓഗസ്റ്റ് മാസം 15-ന് ക്യൂബ ആഘോഷിക്കുകയാണ്. കേവലം ആ ഒരു പോരാളിയോടുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല ഈ ഒരു ജന്മശതാബ്ദി ആഘോഷം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം 5 പതിറ്റാണ്ട് ഭരിച്ച ക്യൂബ എന്ന് പറയുന്ന രാജ്യം ഇന്ന് നേരിടുന്ന കടുത്ത വെല്ലുവിളി, ആ വെല്ലുവിളിയെ നേരിടുന്നതിന് വേണ്ടി ആ ഫിഡൽ കാസ്ട്രോയുടെ പോരാട്ട വീര്യവും ഊർജവും ഈ നാടിന് എന്നും തണലായി മാറും. അത് ആ ഒരു പോരാട്ട വീര്യത്തെക്കുറിച്ചും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തെക്കുറിച്ചും ജനങ്ങളുടെ പരമാധികാരത്തിനായുള്ള ഫിഡലിൻ്റെ ആശയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ചരിത്ര പണ്ഡിതരും ഗവേഷകരും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികരുമെല്ലാം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുമെല്ലാം ക്യൂബയിൽ ഒത്തുചേരുകയാണ്. ഫിദൽ എന്ന് പറയുന്ന ആ മഹാനായ നേതാവിൻ്റെ സ്മരണ കേവലം ഒരു ജന്മശതാബ്ദിയിൽ ഒതുങ്ങുന്നതല്ല. സമകാലിക പ്രതിസന്ധികൾ നേരിടുന്നതിൽ ക്യൂബയ്ക്ക് വഴികാട്ടുന്നതാണ് ഫിദലിൻ്റെ ഓരോ ആശയങ്ങളും പോരാട്ടങ്ങളും. ക്യൂബ തളരാതെ നിലകൊള്ളുകയാണ്. ക്യൂബയ്ക്കറിയാം അമേരിക്കയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ക്യൂബയാണെന്ന്. പക്ഷേ 67 വർഷമായി അമേരിക്കയുടെ കാൽച്ചുവട്ടിൽ നിന്ന് പോരാടുന്ന ഒരു രാജ്യമാണ് ക്യൂബ. ഒരു സാമ്രാജ്യത്വ ശക്തിക്കും ക്യൂബയെ വീഴ്ത്താൻ സാധിക്കത്തില്ല. കാരണം നിശ്ചയദാർഢ്യമുള്ള ഒരു ഭരണാധികാരിയും അവരെ വഴി നടത്താൻ വേണ്ടി ഫിഡൽ കാസ്ട്രോ അടക്കമുള്ള ചുഗേര അടക്കമുള്ള വലിയ പോരാട്ട വീര്യമുള്ളവരുടെ പാരമ്പര്യവും എല്ലാം പേറുന്ന ഒരു ജനതയ്ക്ക് ഒരിക്കലും മുട്ടുമടക്കാനാവില്ല. കാരണം ഒരിക്കലും ഉണ്ടാകാത്ത പ്രതിസന്ധിയിലൂടെയാണ് ക്യൂബ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഊർജ പ്രതിസന്ധി, പാചകവാത പ്രതിസന്ധി, ഇതിനെല്ലാം സർഗാത്മകമായ കണ്ടുപിടുത്തത്തിലൂടെ ലോകത്തെ അതിശയിപ്പിച്ചുകൊണ്ട് ക്യൂബ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഫിഡൽ കാസ്ട്രോയുടെ ഈ ജന്മശതാബ്ദി വേളയിൽ ക്യൂബ നേരിടുന്ന പ്രതിസന്ധി ഭയാനകമാണ്. ക്യൂബയെ ആക്രമിക്കുന്ന രീതിയിലേക്ക് വരെ അമേരിക്ക ഒരുങ്ങുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ജനതയും അവരുടെ മനസ്സും പോരാട്ട വീര്യവും ക്യൂബയ്ക്ക് എന്നും കൂട്ടായി ഉണ്ടാവും. അതുകൊണ്ട് ഈ ഒരു ജന്മശതാബ്ദി ആഘോഷം ക്യൂബയിൽ നടക്കുമ്പോൾ ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ക്യൂബയിൽ ഒത്തുചേരുകയാണ് അതിൻ്റെ പ്രധാന നേതാക്കന്മാരെല്ലാം. അപ്പോൾ ആ പോരാട്ട വീര്യമുള്ള ജനതയ്ക്ക് ആവേശകരമായി ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും മാറണം എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്.